ഹലോ എവരി വൺ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ചാപ്റ്റർ 7.3 ക്ലാസിക്കൽ മൈൽ സ്റ്റോൺസ് എന്ന ടോപ്പിക്കായിരുന്നു. അതിലെ ഫസ്റ്റ് ക്ലാസിക്കൽ മൈൽ സ്റ്റോണായ വിൽസൺസ് തിയറം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസിക്കൽ മൈൽ സ്റ്റോണിനെ ഡിസ്കസ് ചെയ്യാൻ പോണേ, വിച്ച് ഇസ് ഫെർമാറ്റ്സ് ലെവൽ തിയറം. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ഫെർമാറ്റ്സ് ലെവൽ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വിൽസൺസ് തിയറത്തിൽ ചെയ്ത പോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊരു ലെമ്മുണ്ട്. അപ്പം ഫെർമാറ്റ്സ് ലെവൽ തിയറത്തിൻ്റെ പ്രൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെമ്മ ഏതാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആ ലെമ്മനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ എക്സാമ്പിൾ 7.3. സോ ഫസ്റ്റ് നമുക്ക് ലെമ്മ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ലെറ്റ് പി ബി എ പ്രൈം ആൻഡ് എ എനി ഇൻറ്റിജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, ദെൻ ദ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് ഇൻറ്റിജേഴ്സ് എ, 2a, etc. p minus 1 into a modulo p are a permutation of the integers 1, 2, 3, etc. p minus 1. സ്റ്റേറ്റ്മെൻറ്റ് എത്രയേ ഉള്ളൂ? പി എന്ന് പറഞ്ഞൊരു റാൻഡം പ്രൈം നമ്മൾ എടുത്തു. എ എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻറ്റിജറാണ്. സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള രണ്ട് പിയും എയും നമ്മൾ ചൂസ് ചെയ്തു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എ ടു എ, അതായത് എയുടെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുക്കുകയാണ്. 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്മൾ എടുക്കുകയാണ്. എ 2a എക്സെട്ര p മൈനസ് 1 ഇൻറ്റു എ നമ്മൾ എടുത്തു. ഇതൊക്കെ അണ്ടർ മോഡുലോ പി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എപ്പോഴും 1, 2, 3 എക്സെട്ര p മൈനസ് 1, അതായത് നമ്മുടെ ലീസ്റ്റ് റെസിഡ്യൂസ് ഇല്ലേ, ഏതൊരു നമ്പറിനെ p വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന ലീസ്റ്റ് റെസിഡ്യൂസിനെ നമ്മളിത് പറയാം അല്ലേ, 1, 2 എക്സെട്ര p മൈനസ് 1 എന്നുള്ളത്. അപ്പോൾ ഈ വാല്യൂസ് ആയിരിക്കും വരിക എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ എക്സാമ്പിളിൽ നിന്ന് ഈ റിസൾട്ടിലേക്ക് വന്ന പോലെ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷൻ എന്നുള്ള പോലെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ 0 എന്ന് പറഞ്ഞ റിമൈൻഡർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അത് നോട്ട് ചെയ്യണം. അപ്പം നമുക്കത് നോക്കാം. P7 എടുത്തു, A12 എടുത്തു. ക്ലിയർലി 7 എന്ന് പറയുന്നത് 12നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു 12, 2 ഇൻറ്റു 12, നമ്മൾ 1a, 2a എക്സെട്ര p മൈനസ് 1 ഇൻറ്റു എ വരെയാണ് നമുക്ക് നോക്കാനുള്ളത്. p എന്ന് പറയുന്നത് 7 ആണ്. സോ 1 ഇൻറ്റു 12, 2 ഇൻറ്റു 12 എക്സെട്ര 6 ഇൻറ്റു 12 വരെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒക്കെ റിമൈൻഡർ അണ്ടർ മോഡുലോ 7 നമുക്ക് കിട്ടുന്ന വാല്യൂസ് 5, 3, 1, 2, 4, 6 ആണ്. ഇത് തന്നെ നിങ്ങളൊന്ന് ഓർഡർ നോക്കിയേ, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് എല്ലാ വാല്യൂസും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ തന്നെ ഏതോ ഒരു ഡിഫറെൻറ്റ് ഓർഡറിൽ, ഇപ്പോൾ 1 ഇൻറ്റു 12 ചെയ്യുമ്പം അണ്ടർ മോഡുലോ 7 നമുക്ക് കിട്ടുന്ന 5 ആണ്. 2 ഇൻറ്റു 12 ചെയ്യുമ്പോൾ അണ്ടർ മോഡുലോ 7 നമുക്ക് കിട്ടുന്ന 3 ആണ്. 3 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് റിമൈൻഡേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റിമൈൻഡേഴ്സ് ഒക്കെ ആക്ച്വലി ഈ 1 തൊട്ട് 6 വരെയുള്ള വാല്യൂസ് തന്നെയാണ്. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അത് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു തിയറവും പറയുന്നത്. അണ്ടർ മോഡുലോ പി 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള വാല്യൂസിനെ ഏതെങ്കിലും ഓർഡറിൽ, അതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആ വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ അണ്ടർ മോഡുലോ പി ഈ വാല്യൂസിൻ്റെ റെസിഡ്യൂസ് അല്ലെങ്കിൽ ഈ വാല്യൂസിൻ്റെ അണ്ടർ മോഡുലോ പി വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഇൻ സം ഓർഡർ എന്നുള്ള പോലെ പറയുകയാണ്. അപ്പം ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് റെസിഡ്യൂസ് ഓഫ് 1 ഇൻറ്റു 12, 2 ഇൻറ്റു 12, 3 ഇൻറ്റു 12 എക്സെട്ര 6 ഇൻറ്റു 12 ആർ ദ സെയിം ഇൻറ്റിജേഴ്സ് 1, 2, 3 എക്സെട്ര 6 ഇൻ സം ഓർഡർ എന്നുള്ള പോലെ. ഓക്കെ, അപ്പോൾ ഈ ലെമ്മ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ലെമ്മ പ്രൂവ് ചെയ്യാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രൂവ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഈ 1 ഇൻറ്റു എ, 2 ഇൻറ്റു എ എക്സെട്ര p മൈനസ് 1 ഇൻറ്റു എ ഉണ്ടല്ലോ, അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ആ വാല്യൂസ് ഒരിക്കലും 0നോട് കോൺഗ്രുവൻ്റ് ആവില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള ഈ റെസിഡ്യൂസിൻ്റെ കാര്യം നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ, 0നെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതൊരിക്കലും പിയുടെ മൾട്ടിപ്പിൾ ആവില്ല, അതായത് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് p ആവില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഐയെ ഒരിക്കലും എന്താ പറയുക 0 മോഡ് പിന്നോട് കോൺഗ്രുവൻ്റ് ആവില്ല എന്ന് കാണിക്കാൻ പോവാണ്. ഐ എന്ന് പറയുന്നത് 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള വാല്യൂസാണ്. അതായത് 1a, 2a എക്സെട്ര p മൈനസ് 1a ഒരിക്കലും 0നോട് കോൺഗ്രുവൻ്റ് ആവില്ല അണ്ടർ മോഡുലോ p. അതാണ് ഫസ്റ്റ് കാണിക്കാൻ പോണേ. പിന്നെ കാണിക്കുന്നത് ഇതിലിപ്പോൾ ഏത് രണ്ട് വാല്യൂസ്, ഇപ്പോൾ ഞാൻ എയും 2aയും എടുത്തു എന്ന് കരുതിക്കോളൂ, ഇതിന് രണ്ടിനും അണ്ടർ മോഡുലോ p ഒരേ വാല്യൂവിനോടാണ് കോൺഗ്രുവൻ്റ് ആവുന്നതെന്ന് കരുതിക്കോളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ വാല്യൂസിനെയും നമുക്ക് കിട്ടുമോ? ഇപ്പോൾ എ തൊട്ട് p മൈനസ് 1a വരെയുള്ള p മൈനസ് 1 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ അണ്ടർ മോഡുലോ p നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള എല്ലാ വാല്യൂവും നമുക്ക് കിട്ടണം. എല്ലാ വാല്യൂവും കിട്ടണം എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഓരോന്നും ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂവിനോടായിരിക്കണം
കോൺഗ്രുവൻ്റ് ആവേണ്ടത് അല്ലേ. അപ്പോൾ ആ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂവിനോടാണ് കോൺഗ്രുവൻ്റ് എന്നുള്ളതും കൂടി കാണിച്ചാൽ നമുക്ക് ഈ കാര്യം ഫൈനലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഏത് വാല്യൂ എടുത്താലും അണ്ടർ മോഡുലോ പി ചെയ്യുമ്പോൾ നമുക്ക് ലീസ്റ്റ് റെസിഡ്യൂ കിട്ടുക 0 തൊട്ട് P-1 വരെയുള്ള വാല്യൂസ് ആണ്. അതിൽ 0 ഇല്ല എന്നുള്ളത് ഫസ്റ്റ് കാണിക്കും. പിന്നെ P-1 വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വാല്യൂസാണ് വരുന്നത് എന്നുള്ളതും കൂടി കാണിച്ചാൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് IA JA എന്ന് പറഞ്ഞ 2 വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യാണ്. ഇങ്ങനെ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ IA കോൺഗ്രുവൻ്റ് ടു JA മോഡ് P ആണെങ്കിൽ I ഈക്വൽ ടു JA ആവണം. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള I നോട്ട് ഈക്വൽ ടു J ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 കേസസ് ആയിട്ടാണ് ഈ ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് ഇതൊരിക്കലും 0നോട് കോൺഗ്രുവൻ്റ് ആവില്ല എന്നുള്ളതാണ് കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ കോൺട്രഡിക്ഷനിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. IA കോൺഗ്രുവൻ്റ് ടു 0 മോഡ് P എന്ന് നമ്മൾ എടുത്തു. IA കോൺഗ്രുവൻ്റ് ടു 0 മോഡ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം P ഡിവൈഡ്സ് IA എന്നുള്ള പോസിബിലിറ്റി വരിക അല്ലേ. ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസി വി കൻ സേ ദാറ്റ് P ഡിവൈഡ്സ് IA. പക്ഷേ Pയും എയും തമ്മിലുള്ള GCD എന്ന് പറയുന്നത് 1 ആണ്. കാരണം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു P ഡസ് നോട്ട് ഡിവൈഡ്സ് A എന്നുള്ളത്. അപ്പോൾ P ഡസ് നോട്ട് ഡിവൈഡ്സ് A ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി P ഡിവൈഡ്സ് IA ഈ പ്രോഡക്റ്റിനെ P ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ Aനെ P ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തേ പോസിബിലിറ്റി ഉള്ളൂ? P എന്തായാലും Iനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. പക്ഷേ P ഒരിക്കലും Iനെ ഡിവൈഡ് ചെയ്യില്ല. ബിക്കോസ് I എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 1 തൊട്ട് P-1 വരെയുള്ള വാല്യൂ ആണ്. Pനേക്കാളും ചെറിയൊരു വാല്യൂവിന് എന്തായാലും P ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വിച്ച് ഇസ് ഇംപോസിബിൾ. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും ഈ കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ IA കോൺഗ്രുവൻ്റ് ടു 0 മോഡ് P എടുത്താൽ P ഡിവൈഡ്സ് I എന്നാണ് നമുക്ക് കിട്ടണേ. അത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. സിൻസ് I ലെസ് ദാൻ P. സോ IA നോട്ട് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് P എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് കേസ് നമുക്ക് കാണിക്കാനുണ്ടായിരുന്നത് IA കോൺഗ്രുവൻ്റ് ടു JA മോഡ് P ആണെന്നുണ്ടെങ്കിൽ I ഈക്വൽ ടു J എന്നുള്ളത് കാണിക്കണം. അപ്പോൾ നമ്മൾ IA കോൺഗ്രുവൻ്റ് ടു JA മോഡ് P എന്ന് എടുത്തു. വേർ I എന്ന് പറയുന്നതും J എന്ന് പറയുന്നതും 1 തൊട്ട് P-1 വരെയുള്ള വാല്യൂസ് ആണ് എന്നുള്ളത് എടുത്തു. പിന്നെ PA GCD ഓഫ് PA is equal to 1 എന്ന് നമുക്കറിയാം. കാരണം P ഡസ് നോട്ട് ഡിവൈഡ്സ് A എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Aനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. കാരണം തിയറം 4.6 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? I കോൺഗ്രുവൻ്റ് ടു ഈ IA കോൺഗ്രുവൻ്റ് ടു JA മോഡ് P എന്ന് പകരം I കോൺഗ്രുവൻ്റ് ടു J മോഡ് P നമുക്ക് എഴുതാൻ പറ്റും. I കോൺഗ്രുവൻ്റ് ടു J മോഡ് P ആണ്. Iയും Jയും ലീസ്റ്റ് റെസിഡ്യൂസ് വൺ ഡിവൈഡഡ് ബൈ P എന്നുള്ള പോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം Iയും Jയും 1 തൊട്ട് P-1 വരെയുള്ള വാല്യൂസ് ആണ്. അപ്പോൾ മോഡുലോ Pയിൽ Iയും Jയും ലീസ്റ്റ് റെസിഡ്യൂസ് ആണ്. 2 ലീസ്റ്റ് റെസിഡ്യൂസ് കോൺഗ്രുവൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ്ങേ ഉള്ളൂ. അത് രണ്ടും ഈക്വൽ വാല്യൂ ആവണം അല്ലേ. അപ്പോൾ I ഈക്വൽ ടു J എന്ന് നമുക്ക് കിട്ടും. അപ്പം IA കോൺഗ്രുവൻ്റ് ടു JA മോഡ് P ആണെങ്കിൽ I ഈസ് ഈക്വൽ ടു J എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് 2 എന്താ പറയുക ലീസ്റ്റ് റെസിഡ്യൂസ് A 2A എക്സെട്ര P-1A എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് രണ്ടും കോൺഗ്രുവൻ്റ് ആവില്ല എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും കോൺഗ്രുവൻ്റ് ആവില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. കാരണം കോൺഗ്രുവൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് ഈക്വൽ ആണ് എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അതായത് ഇപ്പോൾ 2A ഞാൻ എടുത്തു കഴിഞ്ഞാൽ 2A കോൺഗ്രുവൻ്റ് ടു 3A മോഡ് P എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 3 എന്നുള്ള കണ്ടീഷൻ കയറി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കോൺഗ്രുവൻസി എക്സിസ്റ്റ് ചെയ്യില്ല. അതിലെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് കോൺഗ്രുവൻ്റ് ആവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതിൽ ഓരോ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിനോടായിരിക്കും കോൺഗ്രുവൻ്റ് ആവുക. ആൻഡ് ആ വാല്യൂസ് 1 തൊട്ട് P-1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ലെമ്മ 7.2 പറയുന്നത്. ഇനി നമുക്ക് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്താണെന്നുള്ളത് നോക്കാം. Theorem 7.3 Fermat's little theorem. Let P be a prime and A any integer such that P does not divides A, then A raised to P-1 congruent to 1 mod P. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് P ഒരു പ്രൈമാണ്, A ഒരു ഇൻറ്റിജർ ആണ്, P ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് A raised to P-1 is congruent to 1 mod P എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങളൊന്ന് നോക്കിയേ. തൊട്ട് മേലെ നമ്മൾ ലെമ്മ 7.2 എടുത്ത അതേ കണ്ടീഷൻസ് ആയിരുന്നു അല്ലേ. P ഒരു പ്രൈമാണ്, A ഏതോ ഒരു ഇൻറ്റിജർ ആണ് സച്ച് ദാറ്റ് P ഡസ് നോട്ട് ഡിവൈഡ്സ് A. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? A 2A എക്സെട്ര P-1A അണ്ടർ മോഡുലോ P ഇത് എന്തിനോട് കോൺഗ്രുവൻ്റ് ആവും? 1 തൊട്ട് P-1 വരെയുള്ള വാല്യൂസിനോട് ഏതെങ്കിലും ഒരു ഓർഡറിൽ കോൺഗ്രുവൻ്റ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഇതിന് A കോൺഗ്രുവൻ്റ് ടു സം 1 മോഡ് P എന്ന് ഞാൻ എടുത്തു, 2A കോൺഗ്രുവൻ്റ് ടു സം 2 മോഡ് P എന്ന് എടുത്തു. അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു ഓർഡറിൽ കോൺഗ്രുവൻ്റ് ആകും എന്നുള്ളത് പോലെ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം?
ഇത് കോൺഗ്രുവൻ ടു, ഇപ്പോൾ എ ഇൻറ്റു 2a ഇൻറ്റു എക്സെട്ര p മൈനസ് 1 ഇൻറ്റു a ഞാൻ എടുത്തു, അത് കോൺഗ്രുവൻ ടു അപ്പുറത്തെ സൈഡിലെയും പ്രൊഡക്റ്റ് അല്ലേ വരിക, അവിടെയും ഈ 1 ഇൻറ്റു p1 തൊട്ട് p മൈനസ് 1 വരെയുള്ള വാല്യൂ ഏതെങ്കിലും ഓർഡറിൽ വരും എന്നുള്ള പോലെയല്ലേ വരിക, അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ വരിക അല്ലേ. സോ a ഇൻറ്റു 2a ഇൻറ്റു എക്സെട്ര p മൈനസ് 1 ഇൻറ്റു a ഇസ് കോൺഗ്രുവൻ ടു 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p മൈനസ് 1 അണ്ടർ മോഡുലോ p എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിൽ a എത്ര തവണ റിപ്പീറ്റഡ് ആയി, p മൈനസ് 1 ടൈംസ് റിപ്പീറ്റഡ് ആയി, അപ്പോൾ ഇവിടെ നമുക്ക് a റേസ് ടു p മൈനസ് 1 എന്ന് കൊടുക്കാം. ആൻഡ് ബാക്കി ഉണ്ടാവുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു p മൈനസ് 1 എന്നുള്ളത് അത് p മൈനസ് 1 ഫാക്ടോറിയൽ ആണ് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ p മൈനസ് 1 ഫാക്ടോറിയലാണ് വരിക, കാരണം 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p മൈനസ് 1 ആണ് വരുന്നത്. സോ അതിനെ p മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക p മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു a റേസ് ടു p മൈനസ് 1 ഇസ് കോൺഗ്രുവൻ ടു p മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് p എന്ന് കിട്ടും. രണ്ട് ഭാഗത്തും p മൈനസ് 1 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം, സിൻസ് p മൈനസ് 1 ഫാക്ടോറിയലും pയും തമ്മിലുള്ള GCD 1 ആയതുകൊണ്ട് അല്ലേ. ആ തിയറം 4.6 നമ്മൾ അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഫൈനലി, a റേസ് ടു p മൈനസ് 1 ഇസ് കോൺഗ്രുവൻ ടു 1 മോഡ് p എന്നുള്ളതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു, അത് ലെമ്മ 7.2 യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി ഈ ഒരു റിസൾട്ട് ഒന്ന് സ്റ്റേറ്റ് ചെയ്യാണ്, ലൈക്ക് p ഈസ് ഈക്വൽ ടു 7. നേരത്തെ നമ്മൾ എടുത്ത അതേ എക്സാമ്പിളിൽ ഈ റിസൾട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിക്കുവാണ് കേട്ടോ. p ഈസ് ഈക്വൽ ടു 7, a ഈസ് ഈക്വൽ ടു 12 നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് റെസിഡ്യൂസ് ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ രണ്ട് ഭാഗത്തും എടുക്കുകയാണ്, അതായത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു 12, 2 ഇൻറ്റു 12 എക്സെട്ര 6 ഇൻറ്റു 12 അണ്ടർ മോഡുലോ 7, 1 to 6 വരെയുള്ള വാല്യൂസ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 ഇൻറ്റു 12 ഇൻറ്റു 2 ഇൻറ്റു 12 ഇൻറ്റു എക്സെട്ര 6 ഇൻറ്റു 12 നമ്മൾ എടുത്തു, ഈക്വൽ ടു കോൺഗ്രുവൻ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 മോഡുലോ 7 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഇപ്പുറത്തെ സൈഡിൽ ഇത് 6 ഫാക്ടോറിയൽ ആകും, ഇപ്പുറത്തെ സൈഡിൽ 6 ഫാക്ടോറിയൽ ഇൻറ്റു 12 റേസ് ടു 6 എന്നുള്ള പോലെയാണ് വരിക. 6 ഫാക്ടോറിയലും 7 തമ്മിലുള്ള GCD 1 ആയതുകൊണ്ട് ഇവിടെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. സോ 12 റേസ് ടു 6 കോൺഗ്രുവൻ ടു 1 മോഡ് 7 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അപ്ലൈ ആവുന്നുണ്ട് എന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ 7.5. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 24 raised to 1947 is divided by 17. ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനും കൂടി വെച്ചിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറയുകയാണ് കേട്ടോ. ഇതിന് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ് 1 വരിക, എപ്പോഴാണ് -1 വരിക എന്നുള്ളതൊക്കെ കുഞ്ഞ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ 24 കോൺഗ്രുവൻ ടു 7 മോഡ് 17 എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. 24നെ 17 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 റിമൈൻഡർ കിട്ടും. സോ ഇതെന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 24 raised to 1947 ഡിവൈഡ് ബൈ 17 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ്. സോ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് ബേസ് എന്നുള്ള റിമൈൻഡർ എന്താ വരിക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ 24നെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 7 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം A കോൺഗ്രുവൻ ടു B മോഡ് C ആണെന്നുണ്ടെങ്കിൽ A റേസ് ടു N കോൺഗ്രുവൻ ടു B റേസ് ടു N മോഡ് C. ആ ഒരു റിസൾട്ടായിരുന്നു നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെ എവിടെയും യൂസ് ചെയ്യണേ. സോ 24 raised to 1947 is congruent to 7 raised to 1947 മോഡുലോ 17 നമ്മൾ എഴുതും. ഇനി നമുക്ക് ഈ വാല്യൂ എന്തിനോട് കോൺഗ്രുവൻ്റ് ആവണം എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ 7ൻ്റെ പവേഴ്സാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ അണ്ടർ 17ൻ്റെ മോഡുലോയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ P ഇവിടെ 17 ആണ് ആൻഡ് A എന്ന് പറയുന്നത് ഇവിടെ 7 ആണ് അല്ലേ. അപ്പോൾ A കോൺഗ്രുവൻറ്റ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം വെച്ച് പറയാൻ പറ്റുന്നത് A റേസ് ടു P മൈനസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് P എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ആ വാല്യൂസ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 7 റേസ് ടു P മൈനസ് 1 എന്ന് പറയുമ്പോൾ 16 വരും. അപ്പോൾ 7 റേസ് ടു 16 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17 എന്നുള്ളത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഇനി 7 റേസ് ടു 16ൻ്റെ ടേംസിലേക്ക് ഈ 7ൻ്റെ പവറിനെ ഈ 1947നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1947 നമ്മൾ
ഡിവിഷൻ അൽഗരിതം അപ്ലൈ ചെയ്യാണ് 16 യൂസ് ചെയ്തിട്ട്. സോ 1947 നമുക്ക് 16 × 121 + 11 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടേമിന് നമുക്ക് 7⁻16 × 121 എന്നും ഇൻറ്റു 7⁻11 എന്ന് പറഞ്ഞ് പവർ റൂൾ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 7⁻16 ഇപ്പോൾ നമ്മൾ പറഞ്ഞു അണ്ടർ മോഡുലോ 17 അത് 1 ആണെന്നുള്ളത്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് 1 ആക്കി. ഇൻറ്റു 7⁻11 ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി 7⁻11 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അണ്ടർ മോഡുലോ 17 7⁻11 എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടിയില്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ 7ൻ്റെ പവേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും എന്താ വരിക എന്നുള്ളത്. എന്നിട്ട് സിമ്പിളായിട്ടുള്ള വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ 7² എന്ന് പറയുന്നത് തന്നെ കോൺഗ്രുവൻറ്റ് -2 mod 17 ആണ് കിട്ടും നമുക്ക്. അങ്ങനെ നമുക്ക് കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ 7² കോൺഗ്രുവൻറ്റ് -2 mod 17 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 7⁻11 2ൻ്റെ പവേഴ്സിൽ നമ്മൾ മാറ്റി എഴുതാണ്. സോ 7⁻2 2 × 5 + 1 എന്നുള്ള പോലെ നമുക്ക് 11 എഴുതാമല്ലോ അല്ലേ, 10 + 1 എന്നുള്ള പോലെ. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു 7⁻2 × 5 × 7 എന്ന് പറഞ്ഞ് എഴുതി. 7⁻2ന് പകരം -2 എന്ന് വെച്ച് റീപ്ലേസ് ചെയ്തു. സോ -2�5 × 7 ആയി. അപ്പോൾ -32 × 7 എന്നുള്ള പോലെ വന്നു. ഇനി -32ന് അണ്ടർ മോഡുലോ 17 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. കാരണം നെഗറ്റീവ് വാല്യൂ ആണ്. -32 + 17 ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും -15 സംതിങ് കിട്ടും. +17 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പോൾ -32നെ നമുക്ക് 2 വെച്ച് റീപ്ലേസ് ചെയ്യാം അണ്ടർ മോഡുലോ 17. സോ അത് 2 × 7 എന്നുള്ള പോലെയാവും. 2 × 7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 14 ആണ്. 14 എന്ന് പറഞ്ഞാൽ 17നേക്കാളും ചെറിയ വാല്യൂ ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ലീസ്റ്റ് റെസിഡ്യൂ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ റിമൈൻഡറും വരിക. അപ്പോൾ 24⁻1947 മോഡുലോ 17ൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 14 ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൈംസ് p for which 2p - 1 - 1 whole divided by p is a square. അപ്പോൾ ഈ ഒരു വാല്യൂ സം n² ആകുന്ന തരത്തിലുള്ള ഏതൊക്കെ p ആണ് എക്സിസ്റ്റ് ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ p ആണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ ഇതിനെ നമുക്കൊരു സം n² എന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഏതൊക്കെ p ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ 2p - 1 - 1 by p = സം n² നമ്മൾ എടുത്തു. അപ്പോൾ pനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുക 2p - 1 - 1 = pn² എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഈ വാല്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊന്ന് 2ൻ്റെ പവറാണ്. 2ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈവൻ ആണ്. ഒരു ഈവൻ നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ LHS ഓഡ് ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ RHS നിർബന്ധമായും ഓഡ് തന്നെ ആയിരിക്കണം. ഇനി അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ എന്താ പറയാൻ പറ്റുക? ഇത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. പിയും ഓഡ് ആവണം, n² ഓഡ് ആവണം നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഇതിൽ ഏതെങ്കിലും ഒരാൾ ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും ഈവൻ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഓഡ് ആയാൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഓഡ് ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്നത് പിയും ഓഡ് ആയിരിക്കും, n² ഓഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പിയും n² ഓഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്നും എന്തായാലും ഓഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ പിയും എന്നും എന്തായാലും ഓഡ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിനെ ഞാൻ സം 2k + 1 എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഓഡ് നമ്പറിനെ നമ്മൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ പിനെ സം 2k + 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ടിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു റിസൾട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പിക്ക് പകരം 2k + 1 റീപ്ലേസ് ചെയ്തു. അപ്പോൾ 2k + 1 - 1 എന്നുള്ള പോലെ p - 1 എഴുതാം. സോ ഇത് 2k എന്ന് മാത്രമാവും. അപ്പോൾ 2⁻2k - 1 = pn² എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2⁻2k - 1 എന്ന് പറയുന്നത് 2⁻k (² എന്നുള്ള പോലെ നമുക്ക് 2⁻2k എഴുതിക്കൂടെ? -1 എന്ന് എഴുതാം. അതായത് സം a² - b² എന്നുള്ള ഫോമില നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ a + b × a - b എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് 2k + 1 2⁻k + 1 × 2⁻k - 1 എന്നുള്ള പോലെ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ടേമിനെ 2⁻k - 1 × 2⁻k + 1 = pn² എന്ന് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. ഇനി ഇതെന്ന് നമുക്ക് എന്താ ഡയറക്റ്റ് പറയാൻ പറ്റുന്നത്? ഇവിടെ 2⁻k + 1 2⁻k - 1 എന്ന് പറയുന്നത് രണ്ടും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന് നമുക്ക് പറയാൻ പറ്റില്ല, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റിജേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ അതെന്തായാലും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾ പെർഫെക്റ്റ് സ്ക്വയർ ആയേ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയണം. കാരണം ഇത് ഈക്വൽ ടു പി എൻ സ്ക്വയർ എന്നുള്ള പോലെയാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഓഡ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ ഇതിൽ ഒരാൾ പിന്നോട് ഈക്വലും ഒരാൾ എൻ സ്ക്വയറിനോട് ഈക്വൽ എന്നുള്ള പോലെ നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾ എന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ ആയേ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ രണ്ട് കേസസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോണേ. ഒന്ന് 2k+1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുള്ളത് 2k-1 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുള്ളത് അസ്യൂം ചെയ്യും. അടുത്തത് 2k+1 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുള്ളത് അസ്യൂം ചെയ്യും. ഈ രണ്ട് കേസസിലും നമുക്ക് പിൻ്റെ വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂസാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2k-1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. സം r² ആണ് നമ്മൾ എടുത്തു. അപ്പോൾ 2k-1 = r² എന്ന് കൊടുത്താൽ 2k നമുക്ക് r²+1 എന്ന് എഴുതാം. അപ്പോൾ 2p-1 കെക്ക് പകരം നമുക്ക് p-1 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ കഴിയും. 2k നമ്മൾ 2kനെയാണ് നമ്മൾ p-1 എന്ന് എഴുതുക അല്ലേ. p = 2k+1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2k എന്ന് പറയുന്നത് p-1 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 2k = r²+1 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2k² = r²+1 നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഈ 2k² എന്ന് പറയുന്നത് 2k ആണ് നമുക്കറിയാം. ഈ 2kക്ക് പകരം നമുക്ക് p-1 എന്ന് റീപ്ലേസ് ചെയ്തൂടെ. അപ്പോൾ 2p-1 = r²+1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണ്. ഇതിവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോണത് until we find what k is. ഓക്കെ, അപ്പോൾ നമ്മൾ ആറിനെ കുറിച്ച് ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക? 2k-1 എന്ന് പറയുന്നത് k എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജർ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. k പോസിറ്റീവ് ഇൻഡിജർ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 1 തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അറിയാം അല്ലേ. അപ്പോൾ 2k-1 എന്ന് പറയുന്നതിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? 2 അതായത് 1 ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആറിന് ഏറ്റവും മിനിമം വാല്യൂ പോസിബിൾ ആവുന്നത് 1 ആണ്. സോ ആർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അതൊരു ഓഡ് ഇൻഡിജർ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം 2k-1 ഓഡാണ്. സോ r² എന്തായാലും ഓഡായിരിക്കണം. ഡെഫിനറ്റ്ലി ആറും ഓഡായിരിക്കണം. അപ്പോൾ r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ആൻഡ് r ഓഡാണ് എന്നുള്ളത് പറയാൻ പറ്റും. r ഓഡ് ആയതുകൊണ്ട് അതിനെ സം 2i+1 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഫോർ സം ഇൻഡിജർ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം r സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ടാണ്. അപ്പോൾ ഏതോ ഒരു ഇൻഡിജർ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യ്ക്ക് r-നെ നമുക്ക് 2i+1 എന്നുള്ള പോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ r-ൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2kക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? r²+1 എന്നുള്ള പോലെ എഴുതാം. r-ന് പകരം 2i+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2k = 2i+1 അതായത് r²ന് പകരം റീപ്ലേസ് ചെയ്തു +1 എന്നുള്ള പോലെ കിട്ടും. ഇവിടെ ടെക്സ്റ്റിൽ എറർ ഉണ്ട്. ഇവിടെ 2i+1 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ കൂടെ ഒരു +1 കൂടി ഉണ്ട്. അത് മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എഴുതി വെക്കരുത്. അപ്പോൾ 2i+1 +1 എന്ന് കിട്ടും. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ 4i² +1² +4i+1 എന്നുള്ള പോലെ കിട്ടും. 1+1 ഇവിടെ 2 വരിക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 4i² +4i+2 എന്ന് കിട്ടും. എല്ലാത്തിലും 2 കോമൺ ടേം ഉണ്ട് അല്ലേ. അപ്പോൾ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കിട്ടുക 2i² +2i+1 എന്ന് കിട്ടും. അപ്പോൾ അതുപോലെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ +1 നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഇവിടെ തെറ്റ് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ 2 × 2i² +2i+1 എന്നുള്ള പോലെ നമുക്ക് കിട്ടുന്നുണ്ട് 2kയുടെ വാല്യൂ ആയിട്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് പോസിബിൾ ആവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ 2k ആണ് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ 2k ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് 2 × സംതിങ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2 × സംതിങ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. 2k എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പറാണ്. കാരണം 2ൻ്റെ പവറാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ 2 × ഒരു ഓഡ് നമ്പർ എന്നുള്ള പോലെയാണ് വന്നിട്ടുള്ളത്. ഇത് എപ്പോഴാണ് പോസിബിൾ ആവുക? i 0 ആകുമ്പോൾ മാത്രമല്ലേ പോസിബിൾ ആവുള്ളൂ. അപ്പം iക്ക് എന്തായാലും വാല്യൂ
0 ആയിരിക്കും എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. കാരണം 2ൻ്റെ പവറാണ് ഇവിടെ വരുന്നത്. ഇവിടെയുള്ള വാല്യൂവും 2 ഇൻറ്റു 2ൻ്റെ പവർ തന്നെ വരണ്ടേ, അല്ലാതെ ഒരു ഓഡ് നമ്പർ എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ 2k ഒരിക്കലും. അപ്പോൾ അത്തരത്തിൽ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു വാല്യൂ പോസിബിൾ, ഐക്ക് വേറെ ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ ഓഡ് നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ ഒരിക്കലും അത് 2k ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഈ i 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ i 0 ആയിക്കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞ ഒരൊറ്റ വാല്യൂ ഇവിടെ വരുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ i 0 ആയാലേ ഇത് പോസിബിൾ ആവുള്ളൂ നമുക്ക് പറയാൻ പറ്റും. i 0 ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ r-ൻ്റെ അവസ്ഥ എന്താ, r = 1 ആയിരിക്കും. r = 1 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2p - 1 = 1 + 1² എന്ന് കിട്ടും അല്ലേ. 1 + 1² എന്ന് പറഞ്ഞാൽ 2² എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് p - 1 എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടും. രണ്ട് ഭാഗത്തും 2ൻ്റെ പവേഴ്സാണ്. അപ്പോൾ പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. p - 1 2 ആവുക എന്ന് പറഞ്ഞാൽ p = 2 + 1 which is 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 2k - 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ പിയുടെ വാല്യൂ ആണ് 3 എന്ന് പറയുന്നത്. ഇനി 2k + 1 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പിക്ക് എന്താ വാല്യൂ കിട്ടുക എന്നുള്ളത് അടുത്ത് ചെക്ക് ചെയ്യുന്നത് ഇതേ പ്രോസസ്സാണ്. 2k + 1നെ സം s² എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ 2kന് നമുക്ക് s² - 1 എന്ന് എടുക്കാം. നേരത്തെ ചെയ്ത പോലെ 2p - 1നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 2p - 1 എന്ന് പറയുന്നത് s² - 1² എന്ന് വരും. ആൻഡ് s² - 1 എന്ന് പറയുന്നത് a² - b² എന്നുള്ള ഫോമിലാണ്. സോ a + b × a - b എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ s + 1 × s - 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് s + 1² × s - 1² എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2p - 1 നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതി. ഇനി s എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക, k എന്ന് പറയുന്നത് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2k + 1ൻ്റെ മിനിമം വാല്യൂ എന്താ വരിക, 2(1 + 1), അതായത് 3 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പറയാം. അപ്പോൾ s എന്ന് പറഞ്ഞ ഇൻറ്റിജർ 3 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. s is greater than or equal to 3 എന്നുള്ളത് പറയാം. ആൻഡ് അത് ഓഡ് ഇൻറ്റിജർ ആയിരിക്കും എന്നുള്ളത് പറയാം. കാരണം 2k + 1 ഓഡാണ്. സോ എസ്സും എന്തായാലും ഓഡായിരിക്കും. അപ്പോൾ s is equal to some 2i + 1 എന്ന് നമ്മൾ എടുത്തു. i greater than or equal to 1. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2kക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2k = s² - 1 നമുക്കറിയാം. അപ്പോൾ എസ്സിന് പകരം 2i + 1 കൊടുക്കുമ്പോൾ 2i + 1² - 1 എന്ന് കിട്ടും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്തായിരുന്നു, 4i² + 4i + 1 ഈ -1 കൂടി അല്ലേ. അപ്പോൾ -1 + 1 ക്യാൻസലായി ബാക്കി 4i² + 4i വരുള്ളൂ. അവിടെ 4i കോമൺ എടുത്താൽ ബാക്കി i + 1 വരും. സോ 4 × i × i + 1 എന്നുള്ള പോലെ നമുക്ക് കിട്ടും, which is equal to 2k. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ നമുക്കിപ്പോൾ മൊത്തം കിട്ടിയിട്ടുള്ളത് 2k is equal to 4i × i + 1 എന്നുള്ളതാണ്. ഇതിൽ ഈ 4 എന്ന് പറയുന്നത് 2² അല്ലേ. അപ്പോൾ ഈ 2² ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും, 2k / 2² equal to i × i + 1 എന്നുള്ള പോലെയല്ലേ നമുക്ക് കിട്ടുക. 2k / 2² എന്ന് പറഞ്ഞാൽ by power rule we can say that it is 2k - 2 അല്ലേ. അപ്പോൾ 2k - 2 is equal to i × i + 1 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, i എന്തായാലും 1 ആയിരിക്കണം അല്ലേ. കാരണം ഈ വാല്യൂ i എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 2ൻ്റെ പവറാണ് എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ i = 1 ആവുന്ന ഒരു കേസ് മാത്രമേ ഇവിടെ പോസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, s is equal to i = 1 ആണ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ s is equal to 2 × 1 + 1 എന്നുള്ള പോലെ കിട്ടും. അതായത് s is equal to 3 എന്ന് കിട്ടും. s 3 ആണെന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിയുടെ വാല്യൂ 7 ആണ് എന്നുള്ളതാണ്. കാരണം 2p - 1 is equal to 2/6 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക. സോ p - 1നെ 6നോട് ഇക്വേറ്റ് ചെയ്യാം. p - 1 is equal to 6 എന്ന് പറഞ്ഞാൽ p is equal to 6 + 1 7 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന p = 3 ആയിരുന്നു. സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടിയത് p = 7 ആണ്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പിയുടെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. നമുക്ക് കിട്ടിയത് 3ഉം 7ഉം ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്തൊരു തിയറം 7.5. Let p be a prime and a be an integer such that p does not divide a. Then a⁻p - 2 is an inverse of a modulo p. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
ആൻഡ് ഇത് സിമ്പിളാണ് പ്രൂവ് ചെയ്യാൻ കേട്ടോ. പി എന്ന് പറഞ്ഞൊരു പ്രൈം ഉണ്ട്, ഏതോ ഒരു ഇൻറ്റിജറാണ്, പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു കണ്ടീഷനാണ് ഇതിന് മുമ്പുള്ള തിയറസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇത്തരത്തിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ a⁻p−2 എന്ന് പറയുന്നത് അണ്ടർ മോഡുലോ പി എയുടെ ഇൻവേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് AX കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിയേ, ലെറ്റ് പി ബി എ പ്രൈം എ ഈസ് എൻ ഇൻറ്റിജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ് സി. ഇത് തന്നെയായിരുന്നു ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് അല്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, a⁻p−1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിനിപ്പോൾ a⁻p−1 പകരം a⁻a⁻p−2 എന്ന് എനിക്ക് എഴുതിക്കൂടെ. ഇതിൻ്റെ വാല്യൂം ആക്ച്വലി a⁻p−1 തന്നെയല്ലേ. അപ്പോൾ a⁻a⁻p−2 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പറയാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത് a⁻സംതിങ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ള പോലെ. അപ്പോൾ അതായത് a⁻a⁻p−2 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ a⁻p−2 എൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞൂടെ അണ്ടർ മോഡുലോ പി. ഇത്ര കാര്യം നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. സോ പ്രൂഫ് നോക്കാം. ബൈ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം a⁻p−1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. നമ്മൾ a⁻p−1 ചേഞ്ച് ചെയ്തിട്ട് a⁻a⁻p−2 എന്ന് എഴുതാണ്, വിച്ച് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p അഗെയിൻ. അപ്പോൾ a⁻p−2 ആണ് എയുടെ ഇൻവേഴ്സ് വരിക അണ്ടർ മോഡുലോ പി. ഇത്രയേ ഉള്ളൂ ആ ഒരു തിയറം. ഓക്കെ, ഇനി അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് p is equal to 7, a is equal to 12. നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ 12⁵ ആയിരിക്കും ഇതിൻ്റെ എന്താ പറയുക ഇൻവേഴ്സ് മോഡുലോ 7 വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം 12ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് 12⁻7 - 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറത്തിൽ. ഇപ്പം നമ്മൾ പഠിച്ചത് 12⁻p−2 ആയിരിക്കും അണ്ടർ മോഡുലോ 7 ഇതിൻ്റെ ഇൻവേഴ്സ് വരിക എന്നുള്ളത്, 12ൻ്റെ ഇൻവേഴ്സ് വരിക എന്നുള്ളത്. അപ്പോൾ p−2 എന്ന് പറയുമ്പോൾ 7 - 2 വിച്ച് ഇസ് 5 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ 12⁵ ആയിരിക്കും 12ൻ്റെ ഇൻവേഴ്സ് വരിക അണ്ടർ മോഡുലോ 7 എന്നുള്ള പോലെ പറയാൻ പറ്റും. അപ്പോൾ 12⁵ വാല്യൂ ഇനി അണ്ടർ മോഡുലോ 7 എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കണം. ലീസ്റ്റ് റെസിഡ്യൂവിലേക്കല്ല നമുക്ക് പോകണ്ടേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ 12 ഇസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 7 നമുക്ക് പറയാൻ പറ്റും. അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 12⁵ -2⁵ മോഡുലോ 7 എന്ന് പറയാം. ഇനി -2⁵ -2² × 2³ എന്നുള്ള പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2³ കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആയതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. സോ ആൻഡ് -2² എന്ന് പറഞ്ഞാൽ -4 വരും. അപ്പം -4 × 1 വിച്ച് ഇസ് ഓക്കെ -4 mod 7 എന്ന് വരും. -4 mod 7 -4 + 7 ചെയ്താൽ നമുക്ക് 3 കിട്ടും. സോ കോൺഗ്രുവൻറ്റ് ടു 3 mod 7 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ 12⁵ ഇസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 7 എന്ന് നമുക്ക് കിട്ടും. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ 12⁵ ആണ് 12ൻ്റെ ഇൻവേഴ്സ് വരിക അണ്ടർ മോഡുലോ 7 എന്നാണ്. അപ്പോൾ അണ്ടർ മോഡുലോ 7 12⁵ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അണ്ടർ മോഡുലോ 7 12ൻ്റെ ഇൻവേഴ്സ് വരിക 3 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അതിന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. 12 × 3 അണ്ടർ മോഡുലോ 7 എന്താ വാല്യൂ വരിക എന്നുള്ളത് നോക്കിയാൽ മതി. അതെപ്പോഴും 1 ആയിരിക്കും വരുന്നുണ്ടാവുക, കാരണം 12ൻ്റെ ഇൻവേഴ്സ് 3 ആണ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അടുത്തത് തിയറം 7.6. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.